ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കർത്താവിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വലിയ നോമ്പിലെ 6ാമത്തെ ഞായറാഴ്ചയിലേക്ക് നാം കടന്നു വന്നിരിക്കുകയാണ്. നോമ്പ് ഒരു തീർത്ഥയാത്രയാണ്, അനേകം പടികളുള്ള ഒരു തീർത്ഥയാത്ര. അന്നത്തെ ദിവസം വായിക്കുന്ന വിശുദ്ധ വേദഭാഗം യോഹന്നാൻ എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 1 മുതൽ 41 വരെയുള്ള ദീർഘമായൊരു പാസേജാണ്. കുരുടനായൊരു മനുഷ്യന് കർത്താവ് സൗഖ്യം കൊടുക്കുന്ന ആഴ്ചയാണത്. കുരുടന് സൗഖ്യം കൊടുത്ത വേറെയും പല സന്ദർഭങ്ങൾ വേദപുസ്തകത്തിലുണ്ട്. ഭിക്ഷ യാചിച്ചുകൊണ്ടിരുന്ന ഒരു കുരുടൻ, ബർത്തിമായി എന്ന കുരുടൻ നിലവിളിച്ച കാഴ്ചയും മറ്റും നാം വായിക്കാറുണ്ട്. ഇവിടെ കർത്താവിൻ്റെ ശിഷ്യന്മാർ കർത്താവിനോടൊരു ചോദ്യം ചോദിക്കുകയാണ്. ഇവൻ ജന്മനാ കുരുടനാണ്. ഇവൻ കുരുടനായി ജനിച്ചത് എന്തുകൊണ്ടാണ്? ഇവനോ ഇവൻ്റെ മാതാപിതാക്കളോ ചെയ്ത കുറ്റം കൊണ്ടാണോ? അങ്ങനെയാണെങ്കിൽ ഇവൻ കുറ്റമൊന്നും ചെയ്യാൻ സാധ്യത കുറവാണ്, കാരണം ഇവൻ ജനിച്ചപ്പോഴേ കുരുടനാണ്. എന്നാൽ പിന്നെ ഇവൻ്റെ മാതാപിതാക്കൾ ചെയ്ത കുറവുകൊണ്ടാണോ? കർത്താവിൻ്റെ മറുപടി, ഇവനോ ഇവൻ്റെ അമ്മയപ്പന്മാരോ ചെയ്ത കുറവ് കൊണ്ടല്ല, ദൈവനാമം ഇവനിലൂടെ മഹത്വപ്പെടേണ്ടതിനാണ്. പ്രത്യേകിച്ച് യഹൂദന്മാരുടെ ചിന്താഗതിയിൽ ഓരോരുത്തരുടെയും പ്രവൃത്തിയുടെ ഫലമായിട്ടുണ്ടാകുന്നതാണ് അവർക്കുണ്ടാകുന്ന പ്രതിസന്ധികൾ എന്നവർ കരുതിയിരുന്നു. അവർ ചെയ്യുന്ന പാപത്തിൻ്റെ ഫലമായിട്ടാണ് അവർ അനുഭവിക്കുന്ന വേദനകൾ എന്നവർ കരുതിയിരുന്നു. അതുകൊണ്ടാണ് നീതിമാനായ യോബ് അവൻ കഷ്ടത്തിലായപ്പോൾ അവൻ്റെ സുഹൃത്തുക്കളെല്ലാം വന്ന് പറയുന്നു, നീ എന്തൊക്കെയോ കുറവുകൾ ചെയ്തിട്ടുണ്ട്, നീ ചെയ്ത പാപങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നിനക്കിതെല്ലാം ഉണ്ടായിട്ടുള്ളത് എന്ന് അവർ കൂട്ടുകാർ വന്ന് പറയുന്നുണ്ട്. അത് അവരുടെ അന്നത്തെ കൺസെപ്റ്റ് അതായിരുന്നു. പക്ഷേ പുസ്തകം തുടങ്ങുമ്പോൾ കർത്താവ് പറയുന്നത്, ഇവനെപ്പോലെ നീതിമാനും നിഷ്കളങ്കനും ദോഷം വിട്ടകലുന്നവനും ആരുമില്ല എന്നാണ്. എന്നിട്ടും അവന് പ്രതിസന്ധികളാണ്. ജന്മനാ കുരുടനായി പിറന്നവൻ അവൻ്റെ അമ്മയപ്പന്മാർ ചെയ്ത പാപം കൊണ്ടല്ല, അവൻ ചെയ്ത പാപം കൊണ്ടല്ല, ദൈവനാമം മഹത്വപ്പെടേണ്ടതിനാണ് എന്ന് കർത്താവ് പറയുകയാണ്. ഈ പാഠഭാഗത്ത് നിന്ന് പഠിക്കുന്ന 1ാമത്തെ പാഠം അതാണ്. ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ പ്രതിസന്ധികളും ചിലത് നമ്മുടെ കയ്യിലിരിപ്പ് കൊണ്ട് പറ്റുന്നതുണ്ടാവാം, നമ്മുടെ കുറവുകൾ കൊണ്ടും മണ്ടത്തരങ്ങൾ കൊണ്ടും പറ്റുന്നതുണ്ടാവാം. എന്നാൽ നമ്മുടെ കണക്കൂട്ടിൽ നിന്ന് വ്യത്യസ്തമായി നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തതുപോലെയുള്ള ചില സാഹചര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടായേക്കാം. ഒരു തോട്ടത്തിലൂടെ നടന്നുപോയ ഒരു തോട്ടക്കാരൻ്റെ ചിത്രമുണ്ട്. അദ്ദേഹം തൻ്റെ ഗാർഡനിലൂടെ പോകുമ്പോൾ ചെടികളെല്ലാം ഭംഗിയായിരിക്കുന്നു, അതിന് പരിചരണമെല്ലാം നടത്തി പോവുകയാണ്. നോക്കുമ്പോൾ ധാരാളം പൂക്കളുള്ള ചെടികൾ. ഓരോ ചെടിയുടെ അടുത്ത് നിന്ന് അദ്ദേഹം വർത്തമാനം പറയും. റോസപ്പൂവിൻ്റെ അടുത്ത് ചെന്നപ്പോൾ അതിനെല്ലാം നോക്കി, പക്ഷെ അതൊരു വിഷാദത്തിൽ നിൽക്കുന്നതായിട്ട് തോന്നി. അവൻ ആ ചെടിയോട് സംസാരിക്കുകയാണ്, നിനക്കെന്താണൊരു വിഷാദം? അപ്പോൾ റോസച്ചെടി പറയുന്നതായിട്ടാണ്, സർ, എൻ്റെ ദേഹത്തെല്ലാം മുള്ളുകളാണ്, മുകൾവശം മുതൽ താഴ്വശം വരെ മുള്ളുകളാണ്. ഒരു മുള്ളൊന്നുമല്ല, ധാരാളം മുള്ളുകളാണ്. എൻ്റെ സങ്കടം അതുമാത്രമല്ല, പിന്നെ ഞാൻ കൊണ്ട് ഈ മുള്ളുകളങ്ങ് തീരുമെങ്കിൽ പോട്ടെ, എനിക്കുണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്കും ഇത് തന്നെയാണ് പ്രശ്നം. എല്ലാ റോസച്ചെടിയിലും പുതുതായിട്ടൊരു റോസ വെച്ചാലും അതിൻ്റെ തണ്ടിലുമുണ്ട് മുള്ളുകൾ. അതാണ് ഈ റോസിൻ്റെ വേദന. വിട്ടുമാറാത്ത മുള്ളുകൾ, ഒന്നിനു പുറകെ ഓരോ മുള്ളുകൾ, ഇടതൂർന്ന മുള്ളുകൾ. യജമാനൻ ഇത് കേട്ടിട്ട് മറുപടി ഒന്നും പറയാതെ യജമാനൻ ചോദിച്ചു, ഈ തോട്ടത്തിലുള്ള പൂക്കളിൽ വെച്ച് ഏറ്റവും സൗന്ദര്യമുള്ള പൂ ഏതാണ്? റോസപ്പൂവില്ലേ? ഈ തോട്ടത്തിൽ വെച്ച് ഏറ്റവും സൗരഭ്യമുള്ള പൂവ് ഏതാണ്? റോസപ്പൂവല്ലേ? ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു തൻ്റെ കോട്ടിൽ കുത്തിയിരുന്ന പൂവേതാണ്?
അത് റോസപ്പൂവല്ലേ? അതെ, നീ നിൻ്റെ ദേഹത്തെ മുള്ളുകൾ ഓർത്ത് വേദനിക്കാതെ നിനക്ക് തന്നിട്ടുള്ള അനുഗ്രഹങ്ങൾ ഓർത്ത് സ്തോത്രം ചെയ്യുമ്പോൾ മുള്ളുകൾ മുള്ളുകളല്ലാതെ മാറും. നമ്മുടെ ജീവിതത്തിലെ മുള്ളുകളാണ് നമ്മുടെ പ്രധാനപ്പെട്ട നമ്മൾ ഉയർത്തിക്കാട്ടുന്ന വിഷയം. എന്നാൽ മുള്ളുകളുണ്ടെങ്കിലും നിനക്ക് സൗന്ദര്യമുള്ള എത്രയോ അനുഗ്രഹങ്ങളുണ്ട്. എടുത്തു പറയത്തക്ക എത്രയോ അനുഗ്രഹങ്ങളുണ്ട്. എടുത്തു പറയത്തക്ക എത്രയോ കൃപകളുണ്ട്. ഈ ലഭിച്ചിട്ടുള്ള കൃപകളെ നീ ഓർക്കാതെ നീ വെറും മുള്ളിനെ മാത്രം ധ്യാനിച്ചുകൊണ്ട് നിന്നാൽ ജീവിതം എന്നും വേദനാപൂർണമായിരിക്കും. സ്നേഹിതരെ, ഈ കുരുടനെ സൗഖ്യം കൊടുത്ത ആഴ്ചയിൽ നമ്മെ പഠിപ്പിക്കുന്ന ഒന്നാം പാഠം ഇതാണ്. നമുക്ക് പലപ്പോഴും ദൈവത്തോടും പലപ്പോഴും ഇത്തരം ചോദ്യങ്ങളുണ്ട്. എന്തുകൊണ്ട് ഇവൻ കുരുടനായി പറഞ്ഞത്? എന്തുകൊണ്ട് എൻ്റെ മകൻ്റെ അസുഖം? എന്തുകൊണ്ട് എൻ്റെ ഭർത്താവിൻ്റെ വേദന? എന്തുകൊണ്ട് എൻ്റെ കുഞ്ഞുങ്ങളുടെ വിഷമം? എന്തുകൊണ്ട് എൻ്റെ കുടുംബത്തിൻ്റെ പ്രതിസന്ധി? എന്തുകൊണ്ട്? ഇതൊന്നുമില്ലാത്ത, നിന്നെ വിളിക്കാത്ത, ദൈവബന്ധമില്ലാത്ത എത്രയോ പേർ സമർത്ഥന്മാരായി ജീവിക്കുന്നു. ഇത് മനുഷ്യന് അനാദ്യകാലം മുതലുള്ള ചോദ്യമാണ്, ദൈവത്തോടുള്ള ചോദ്യമാണ്. ആസാഫ് എന്ന് പറയുന്ന ഗായകസംഘ നേതാവ് ദൈവത്തോടൊരിക്കൽ ചോദിച്ചു, കർത്താവേ, ദുഷ്ടന്മാരുടെ സൗഖ്യം കണ്ടിട്ട് എനിക്ക് അഹങ്കാരികളുടെ അസൂയ തോന്നുന്നു. അവർക്കൊട്ടും വേദനയില്ല, അവരുടെ ശരീരം തടിച്ചുരുണ്ടിരിക്കുന്നു, അവരുടെ കണ്ണുകൾ പുഷ്ടി കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, അവർ ഭീഷണി പറയുന്നു, അവരുടെ വായി വെള്ളം വലിച്ചു കുടിക്കുന്നു. ഒരു വലിയ ലിസ്റ്റ് തന്നെ പറയുകയാണ് സങ്കീർത്തനം. അവൻ അവസാനം എന്തുകൊണ്ടാണിത്? എന്നാൽ ഞാനോ ശുദ്ധതയിൽ എൻ്റെ കൈകളെ കഴുകിയതും നിന്നെ വിളിച്ചതെല്ലാം വ്യർത്ഥമത്രേ. ഇതെല്ലാം പറഞ്ഞിട്ട് അവൻ ഗായക സംഘത്തിൻ്റെ നേതാവാണ്. പക്ഷെ ഒടുവിൽ അവൻ ദൈവത്തോട് പറയുകയാണ്, എനിക്കിതിന് ഉത്തരം കിട്ടിയേ പറ്റൂ. 73-ാം സങ്കീർത്തനത്തിലാണ് ഈ ആസാഫിൻ്റെ വിലാപം. ഒടുവിൽ ഞാൻ ദൈവത്തിൻ്റെ ആലയത്തിൽ ചെന്നു. അവരുടെ അന്തം എന്താകും എന്ന് ഞാൻ ദൈവത്തോട് ചോദിച്ചു. അപ്പോൾ അവന് കിട്ടിയ ഉത്തരം, നിശ്ചയമായി ഞാൻ അവരെ വഴുവഴുപ്പിൽ നിർത്തിയിരിക്കുന്നു. എത്ര പെട്ടെന്ന് ക്ഷണത്തിൽ അവർ ശൂന്യമായിപ്പോയി. അവന് കിട്ടിയ ഉത്തരം നീ ഉദ്ദേശിക്കുന്ന പോലൊന്നുമല്ല. ഞാൻ അവരെ വഴുവഴുപ്പിൽ നിർത്തിയിരിക്കുകയാണ്. എപ്പോഴാണ് താഴെ വീഴുന്നതെന്നറിയില്ല. ദൈവമക്കളെ നിർത്തിയിരിക്കുന്ന അവിടെ അല്ല. ദുഷ്ടന്മാരുടെ സൗഖ്യം കണ്ട് നിനക്ക് അസൂയൊന്നും തോന്നണ്ട. നിൻ്റെ മുറിവ് കണ്ട് നീ വേദനപ്പെടണ്ട. ദുഷ്ടന്മാരെ ഞാൻ നിർത്തിയിരിക്കുന്നത് വഴുവഴുപ്പിലാണ്. എപ്പോഴാണ് താഴെ വീഴുന്നറിയില്ല. എന്നാൽ ദൈവ പൈതലായി നിന്നെ നിർത്തിയിരിക്കുന്നത് മറ്റൊരു സ്ഥലത്താണ്. 40-ാം സങ്കീർത്തനം. ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു, അവൻ എങ്കിലേക്ക് ചാഞ്ഞു. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും എന്നെ കയറ്റി. എൻ്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തിയിരിക്കുന്നു. എൻ്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു. എൻ്റെ ദൈവത്തിന് സ്തുതി തന്നെ. ദൈവമക്കളെ നിർത്തിയിരിക്കുന്നത് പാറമേലാണ്. ദുഷ്ടന്മാരെ നിർത്തിയിരിക്കുന്ന വഴുവഴുപ്പിലാണ്. ദൈവം നിന്നെ നിർത്തിയിരിക്കുന്ന, നിനക്ക് വേദനയുണ്ടെങ്കിലും, നിൻ്റെ ജീവിതത്തിൽ മുള്ളുകളുണ്ടെങ്കിലും, നിൻ്റെ ജീവിതത്തിൽ അസുഖങ്ങളുണ്ടെങ്കിലും, കുടുംബത്തിൽ പ്രതിസന്ധികളുണ്ടെങ്കിലും, നിന്നെ നിർത്തിയിരിക്കുന്നത് ഒരു പാറമേലാണ്. ആ പാറ ക്രിസ്തുവാണ്. ആ പാറയിൽ ഉറച്ചിരിക്കുന്നവൻ തകർന്നു പോവില്ല. ഒരേ കോമ്പൗണ്ടിൽ 2 വീടുകൾ. കാറ്റടിച്ചു, തിരമാല പെയ്തു, വൻമഴ പെയ്തു. ഒരു വീട് താഴെ വീണു, ഒരു വീട് നിലത്ത് അതുപോലെ നിലനിന്നു. മണലിന്മേൽ വീട് പണിതവനെല്ലാം ഇതുപോലെയാണ്. മണലിന്മേൽ വീട് പണിതവൻ്റെ വീട് വലുതായിട്ട് തോന്നിയേക്കാം, പക്ഷേ അതെപ്പോഴാണ് ശൂന്യമാകുന്നതെന്നറിയില്ല. എന്നാൽ പാറമേൽ പണിത വീട് വൻമഴ പെയ്താലും തിരമാലയടിച്ചാലും അത് നിലനിൽക്കും. അതാണ് കർത്താവിൽ ആശ്രയം വെച്ചിരിക്കുന്ന ഭവനങ്ങൾക്ക് വേദനയുണ്ടെങ്കിലും മുള്ളുകളുണ്ടെങ്കിലും ഭാരങ്ങളുണ്ടെങ്കിലും നിന്നെ ദൈവം നിലനിർത്തിയിരിക്കുന്നു.
ഈ കുരുടൻ്റെ സൗഖ്യം കൊടുത്ത ആഴ്ചയിൽ നാം പഠിക്കുന്ന ഒന്നാം പാഠം അതാണ്. ഈ ചോദ്യം, എന്തുകൊണ്ടാണ് ഇവൻ ഇങ്ങനെ ജനിച്ചത്, അതിൻ്റെ ഉത്തരമാണ് ഓർപ്പിച്ചത്. കർത്താവ് പറഞ്ഞു, തിരുനാമ മഹത്വത്തിന് വേണ്ടിയാണ്. ദൈവനാമം ഇവനിലൂടെ മഹത്വപ്പെടാൻ പോവുകയാണ്. ദൈവനാമം ഇവനിലൂടെ വെളിപ്പെടാൻ പോവുകയാണ്. നമുക്ക് അന്നേരം ഒന്നും അത് മനസ്സിലാവില്ല. അവസാനം കർത്താവ് അവിടെ ചെയ്യുന്നത്, ശീലോഹാമിൽ അവന് ചെളി കുഴച്ച്, മണ്ണ് കുഴച്ച്, അവൻ തുപ്പൽ കൊണ്ട് അത് നനച്ച് അവൻ്റെ കണ്ണിൽ പുരട്ടി. എന്നിട്ട് പറഞ്ഞു, ശീലോഹാമിൽ പോയി കഴുകാൻ പറഞ്ഞു. കർത്താവ് സൗഖ്യം കൊടുത്ത വിധങ്ങളെല്ലാം പഠിച്ചാൽ നമുക്ക് മനസ്സിലാകും. ഇതൊന്നും ചെയ്യാതെ നിനക്ക് സൗഖ്യം വന്നിരിക്കുന്നു, നീ പൊക്കോ എന്ന് പറയാവുന്നതാണ്. കൂനിയായ സ്ത്രീയോടും അവിടെ കടന്നു വന്ന മറ്റ് അസുഖക്കാരോടുമൊക്കെ സൗഖ്യം തന്നിരിക്കുന്നു എന്ന് പറഞ്ഞ ഉടനെ സൗഖ്യമായി. ഭൂതം ബാധിച്ച മകളെ സുഖപ്പെടുത്താൻ വന്ന അമ്മയോട് പറഞ്ഞു, നിൻ്റെ മകൾക്ക് സുഖം വന്നിരിക്കുന്നു. അതുപോലെ പറഞ്ഞ മതിയായിരുന്നു, നിൻ്റെ കണ്ണ് കാഴ്ച കിട്ടിയിരിക്കുന്നു പറയേണ്ടതാണ്. പക്ഷേ ഇവിടെ അങ്ങനെ ചെയ്തില്ല. കർത്താവിൻ്റെ ശുശ്രൂഷ രീതികൾ വിവിധ തരത്തിലാണ്. ഇവൻ പിറവിയിലെ കുരുടനാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഭാഷയിൽ പറഞ്ഞൊരു മാനുഫാക്ചറിങ് ഡിഫക്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് മാനുഫാക്ചർ ചെയ്ത അതേ മെറ്റീരിയൽ എടുത്ത് ഇവന് സൗഖ്യം കൊടുക്കുകയാണ്. മനുഷ്യനെ ദൈവം മണ്ണുകൊണ്ട് മെനഞ്ഞ് ഉണ്ടാക്കിയതാണ്. അതുകൊണ്ട് ദൈവം മണ്ണ് തന്നെ കുഴച്ച് അവന് സൗഖ്യം കൊടുക്കുകയാണ്. മണ്ണ് കുഴച്ച് തുപ്പൽ കൊണ്ട് തുപ്പി എന്ന് പറഞ്ഞാൽ അവൻ്റെ ശ്വാസവും അവൻ്റെ വായിൽ നിന്ന് വരുന്നതും ചേർത്ത് മനുഷ്യനെ ഉണ്ടാക്കിയത് അങ്ങനെയാണല്ലോ. മണ്ണ് കൊണ്ട് മെനഞ്ഞുണ്ടാക്കി മൂക്കിൽ ജീവശ്വാസം ഊതിയതാണ്. അപ്പോൾ മണ്ണിൻ്റെ അംശവും ദൈവത്തിൻ്റെ അംശവും കൂടെ ചേർത്ത് അത് കുഴച്ച് അവൻ്റെ കണ്ണിൽ തേച്ചിട്ട് ശീലോഹാമിൽ പോയി കഴുകാൻ പറഞ്ഞു. അങ്ങനെയാണ് അവന് സൗഖ്യം കൊടുക്കുന്നത്. അതിൻ്റെ അർത്ഥം, മണ്ണുകൊണ്ട് മെനഞ്ഞുണ്ടാക്കിയ മനുഷ്യനെ ദൈവം മണ്ണുകൊണ്ട് തന്നെ റിപ്പയർ ചെയ്യുകയാണ്. അവൻ്റെ ജീവശ്വാസം കൊണ്ട്, അവൻ്റെ വായിൽ നിന്ന് വരുന്ന ഉമിനീര് കൊണ്ട് തന്നെ അവന് സുഖം കൊടുക്കുകയാണ്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് മണ്ണിൻ്റെ അംശവും വിണ്ണിലെ അംശവും കൂടെ ചേർത്താണ്. അത് രണ്ടും കൂടെ ചേർത്ത് അവനെ റിപ്പയർ ചെയ്ത് അവന് സുഖം കൊടുക്കുകയാണ്. നമുക്കിത് കാണാൻ പറ്റും. വേദപുസ്തകത്തിലെ ജെറമ്യാവിൻ്റെ പ്രവചന പുസ്തകം 18-ാം അധ്യായത്തിൽ ഇത് വളരെ വ്യക്തമാക്കിയിട്ടുണ്ട്. ജെറമ്യ 18 ആത്മീയ ഗോളത്തിൽ എല്ലാവർക്കും പരിചിതമായിട്ടുള്ളൊരു വാക്കാണിത്. പ്രതിസന്ധിയായിരുന്ന ദൈവശുശ്രൂഷയ്ക്ക് ഇറങ്ങി അന്ന് മുതൽ എന്നും പ്രശ്നങ്ങളായിരുന്ന ജെറമ്യാവ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ കർത്താവിനോട് എന്ന് പറയുകയാണ്, ദൈവമേ, എനിക്കെന്നും പ്രതിസന്ധിയാണ്, എനിക്കെന്നും വേദനകളാണ്. അവൻ പള്ളിക്കാർക്ക് വേണ്ടി കഷ്ടപ്പെട്ടു, പള്ളിക്കാരിവന് വട്ടാണെന്ന് പറഞ്ഞ് അവനെ ആമത്തിലിട്ടു. അങ്ങനെ പ്രശ്നങ്ങളോട് പ്രശ്നങ്ങളാണ്. അവൻ ദൈവത്തോട് എന്ന് ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണിത്? ദൈവം അതിന് കൊടുത്ത മറുപടിയാണ്, നീ അവിടെ നിന്ന് ഇറങ്ങി നിൻ്റെ വീടിനടുത്തുള്ള കൊശവൻ്റെ ആലയിലേക്ക് ചെല്ലുക. കൊശവൻ എന്ന് പറഞ്ഞാൽ മൺപാത്രം ഉണ്ടാക്കുന്നവൻ. അവൻ്റെ ആലയത്തിലേക്ക് ചെന്നപ്പോൾ അവൻ അവിടുന്ന് പഠിച്ച പാഠങ്ങൾ ജെറമ്യ പ്രവചനം 18-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അവൻ അവിടെ ചെല്ലുമ്പോൾ കൊശവൻ കളിമണ്ണ് കൊണ്ട് വേല ചെയ്യുകയായിരുന്നു. അവൻ ആ കളിമണ്ണ് എടുത്ത് അത് കുഴച്ചു, മണ്ണ് കുഴച്ചാണ്. അവൻ കുശവനോട് ചോദിച്ചു, എന്തിനാണ് കുശവ ഈ മണ്ണിനെ നീ ഇടിച്ച് ചതച്ച് കുഴയ്ക്കുന്നത്? അവൻ 1-ാമത്തെ പാഠം പഠിച്ചു. ഈ മണ്ണിന് മയമുള്ളതാകാൻ, റഫ് ആൻഡ് ടഫായിട്ടുള്ള അവസ്ഥ മാറാൻ ഇങ്ങനെ ചില കുഴമറിച്ചിലുകൾ ആവശ്യമുണ്ട് എന്ന 1-ാം പാഠം. നമ്മുടെ ജീവിതത്തിൽ നമ്മെ ദൈവത്തിന് കൊള്ളാവുന്ന പാത്രമാക്കണമെങ്കിൽ ചില കുഴമറിച്ചിലുകൾ ആവശ്യമുണ്ട്. നമ്മെ ചിലപ്പോൾ കുഴക്കേണ്ടി വരും, ചിലപ്പോൾ ചതയ്ക്കേണ്ടി വരും, ചിലപ്പോൾ ചവിട്ടിക്കുഴക്കേണ്ടി വരും. അത് തിരുനാമഹത്വത്തിന് വേണ്ടി ചെയ്യുന്നതാണ്. വീണ്ടും ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം, കുശവൻ അവൻ്റെ കയ്യിലൊരു പാത്രം ഉണ്ടാക്കി. അവൻ ചക്രത്തിന്മേൽ വെച്ച് പണിയുകയാണ്. ചക്രത്തിന്മേൽ വേല ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ മണ്ണ് കുഴച്ച് ചക്രത്തിന് വെച്ച് ചക്രം കറങ്ങുമ്പോഴാണ് പാത്രത്തിന് ഷേപ്പ് ഉണ്ടാക്കുന്നത്.
നമ്മെ ഷേപ്പുള്ളവരാക്കി തീർക്കാൻ ചക്രത്തിന്മേൽ വേല ചെയ്യുകയാണ്. നമ്മളൊന്നും ചക്രത്തിൽ വേല ചെയ്യുന്നില്ലെങ്കിലും ചക്രശ്വാസം വലിച്ച് വേല ചെയ്യുന്നവരാണ് എല്ലാ മനുഷ്യരും. പക്ഷേ അവൻ ഉണ്ടാക്കിക്കൊണ്ടിരുന്നൊരു പാത്രം കയ്യിൽ ചീത്തയായിപ്പോയി. മനുഷ്യരിന്ന് പലതും ഉണ്ടാക്കിക്കൊണ്ടുവരികയാണ്. മക്കളെ ശരിയാക്കിക്കൊണ്ടുവരിക, പഠിപ്പിച്ചുകൊണ്ടുവരിക, അവരെ വളർത്തിക്കൊണ്ടുവരിക. പക്ഷേ പലതും ഇടയ്ക്ക് വെച്ച് കയ്യിൽ ചീത്തയായി പോവുകയാണ്. നമ്മൾ പ്രതീക്ഷിക്കാതെ അവർ പൊട്ടിപ്പോവുകയാണ്. ജീവിതത്തിൽ പലതും ഉണ്ടാക്കിയത് പൊട്ടിപ്പോവുകയാണ്. എന്തുകൊണ്ടാണിത് പൊട്ടിപ്പോയത് അറിയില്ല. പ്രതീക്ഷയോട് ബിസിനസ് തുടങ്ങിയാണ്, പൊട്ടിപ്പോയി. പ്രതീക്ഷയോട് കല്യാണം നടത്തിയതാണ്, പൊട്ടിപ്പോയി. പ്രതീക്ഷയോട് പലതും തുടങ്ങി, പക്ഷേ പൊട്ടിപ്പോയി. അപ്പോൾ കുശവൻ അത് മാറ്റിയിട്ട്, ആ ഷേപ്പ് മാറ്റിയിട്ട് വേറൊരു പാത്രമാക്കി. ദൈവം നമ്മെ റീമോൾഡ് ചെയ്തെടുക്കുകയാണ്. അത് മണ്ണുകൊണ്ട് തന്നെയുള്ള പണിയാണ്. ഇതെല്ലാം റീമോൾഡ് ചെയ്തെടുക്കുകയാണ്. അതാകണമെന്നാണ് നീ ഉദ്ദേശിച്ചെങ്കിൽ അതായില്ല, പക്ഷേ നിന്നെ വേറൊരു വിധത്തിലാക്കുവാണ് ദൈവം. തീർന്നെന്ന് വിചാരിച്ചു, തീർന്നില്ല. അതുകൊണ്ട് വെയിലത്ത് വെച്ചു. മണ്ണ് കൊണ്ട്, വെയിൽ കൊണ്ട് വളരെ വേദനപ്പെടുകയാണ്. എന്തിനാണ് ഇതിനെ ഇത്രയും വെയിൽ കൊള്ളിക്കുന്നത്? ഈ പച്ചമണ്ണ് വെയിൽ കൊണ്ട് ശരിയാകുമ്പോഴാണ് പ്രയോജനമുള്ള പാത്രമായി തീരുന്നത്. വെയിൽ കൊണ്ട് കഴിഞ്ഞപ്പോൾ തീർന്നെന്ന് വിചാരിച്ചു, തീർന്നില്ല. പിന്നെ ഈ ഉണങ്ങിയ കലവും ചട്ടിയെല്ലാം കൊണ്ടുപോയി ചൂളയ്ക്കകത്തിട്ടു, വലിയ തീജ്വാലയ്ക്കകത്ത്. എന്തിനാണ് കുശവ ഇത്രയും വേദന? തീജ്വാലയ്ക്കകത്തിട്ട് ഈ കലം വെന്ത് ശരിയാകുമ്പോഴാണ് നമ്മൾ ചെന്ന് പാത്രം വാങ്ങാൻ ചെല്ലുമ്പോൾ ആ കലം കൊട്ടി നോക്കി തിരഞ്ഞെടുക്കുന്നത്. തിരഞ്ഞെടുക്കപ്പെട്ട പാത്രമായി തീരണമെങ്കിൽ ഇത്തരം ചില ചൂളകളിലൂടെ കടന്നു പോകേണ്ടി വരും. തിരഞ്ഞെടുക്കപ്പെട്ട പാത്രമായി തീരണമെങ്കിൽ ഇത്തരം ചില വെയിലൂടെ, ചൂടിലൂടെ കടന്നു പോകേണ്ടി വരും. ദൈവം അങ്ങനെ തിരഞ്ഞെടുക്കുകയാണ്. അങ്ങനെയാണ് ആ പാത്രമാക്കി മാറ്റിയത്. എന്തിനാണ് ഇവിടെ ചോദിച്ചു, എന്തിനാണ് ഇവനെ കുരുടനാക്കി പറപ്പിച്ചത്? തിരുനാമം മഹത്വപ്പെടുവാൻ വേണ്ടിയാണ്. ജീവിതത്തിലെ വേദനകൾ അങ്ങനെയാണ്. അവന് ദൈവം സൗഖ്യം കൊടുക്കുകയാണ്. മണ്ണിലൂടെയുള്ള പണിയാണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ടാണ് മണ്ണിലൂടെ രൂപാന്തരപ്പെടുത്തിയ കുശവൻ്റെ ആലയിലെ പാഠം ഞാൻ ഓർപ്പിക്കാൻ കാരണം ഇതാണ്. കുരുടന് സൗഖ്യം കൊടുത്ത ഈ സംഭവത്തിലൂടെ നമ്മൾ കാണുന്ന രണ്ടാമത്തെ പ്രശ്നം, യേശു ചേറ് കുഴച്ച് അവന് സൗഖ്യം കൊടുത്തു. അത് റിപ്പയർ ചെയ്യുകയാണ്. അതൊരു മരുന്നാണ്, മെഡിസിനാണ് വാസ്തവത്തിൽ. അപ്പോൾ ദൈവമക്കൾക്ക് മെഡിസിൻ ആവശ്യമുണ്ടോ? നിശ്ചയമായും കർത്താവ് പറഞ്ഞു, രോഗികൾക്ക് വൈദ്യനെക്കൊണ്ട് ആവശ്യമുണ്ട്. പക്ഷേ വൈദ്യൻ മരുന്ന് കൊടുക്കുന്നെങ്കിലും അതിന് സൗഖ്യം കൊടുക്കുന്നത് കർത്താവാണ്. ഈ മരുന്നൊക്കെ അതിന് മുഖാന്തരങ്ങളാകുന്നുവെന്ന് മാത്രമേ ഉള്ളൂ. ഈ ചേറും തുപ്പലുമൊക്കെ അതിന് മുഖാന്തരമാകുന്നതേ ഉള്ളൂ. പക്ഷേ സൗഖ്യം കൊടുക്കുന്നത് കർത്താവാണ്. ഇവിടെ പഠിക്കുന്ന പാഠം അതാണ്. കർത്താവ് കൊടുത്ത ഒരു മരുന്നാണ്, മെഡിസിനാണത് വാസ്തവത്തിൽ. അതുകൊണ്ട് ദൈവത്തെ വിളിക്കുന്നവർക്ക് മെഡിസിൻ പാടില്ല എന്നൊന്നും വേദപുസ്തകം പഠിപ്പിക്കുന്നില്ല. ഇതും അറിഞ്ഞിരിക്കാവുന്ന പാഠമാണ്. അവിടെ കർത്താവ് കൊടുത്തൊരു മെഡിസിനാണ്. കർത്താവ് സൗഖ്യമായിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷേ കർത്താവ് ഇത്തരമൊരു ശുശ്രൂഷ കൂടെ ചെയ്ത് അത് മനുഷ്യൻ്റെ ശരീരത്തിന് ആവശ്യമുള്ള ഒരു ക്രമീകരണം ചെയ്തതാണ്. മൂന്നാമത് നമ്മളവിടെ കാണുന്നത്, ഇവന് സൗഖ്യം കിട്ടിക്കഴിഞ്ഞതിന് ശേഷമുള്ള വലിയ പ്രതിസന്ധിയാണ് ഒരു 10-30 വാക്യങ്ങളിൽ പ്രതിപാദിക്കുന്നത്. പ്രതിസന്ധി എന്താ? കുറേ ആളുകൾ ചോദിച്ചു, അയ്യോ ഇവനല്ലേ അവിടെ ഇരുന്ന് ഭിക്ഷ അയച്ചുകൊണ്ടിരുന്ന കണ്ണുപൊട്ടൻ? അപ്പോൾ കുറേ പേര് പറഞ്ഞു, അയ്യോ ഇവനല്ല, ഇവനെ പോലെ ഇരിക്കുന്ന വേറെ ഒരുത്തനാണ്. ഓഹോ, സത്യം അംഗീകരിക്കാൻ തയ്യാറല്ലാത്ത ഒരു സമൂഹം എക്കാലമുണ്ട്. അവൻ കണ്ണുപൊട്ടനായിട്ടിരിക്കുന്നതാണ് ഇവർക്കെല്ലാം സന്തോഷം. അവിടെ വലിയ ആർഗ്യുമെൻറ്റ്സ് നടക്കുകയാണ്. കുറേ വാക്യങ്ങളിൽ മുഴുവൻ വായിക്കണം ശാന്തമായി.
കുറേ പേര് പറഞ്ഞു ഇവനല്ല, ഇവനെ പോലെ ഇരിക്കുന്ന വേറെ ഒരുത്തനായിരുന്നു. അപ്പോൾ കുറേ പേര് പറഞ്ഞു അല്ല ഇവൻ തന്നെയാണ്. അവസാനം അവനോട് ഇത് ചോദിച്ചു, അല്ല നമുക്ക് അവൻ്റെ അപ്പനോടും അമ്മയോടും ചോദിക്കാം. അപ്പനും അമ്മയോടും ചെന്ന് ചോദിച്ചു, ഈ കുരുടനായി പിറന്നെന്ന് പറയുന്ന നിങ്ങളുടെ മോൻ ഇവനാണോ? അതെ. ഇവൻ എങ്ങനെ സൗഖ്യം കിട്ടി? ആ വേദഭാഗത്ത് പറയുന്നുണ്ട്, യേശുവാണ് സൗഖ്യം കൊടുത്തത് എന്ന് പറയുകയാണെങ്കിൽ ഇവരെ പള്ളിഭ്രഷ്ടരാക്കണം എന്ന് പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഇവരെ പുറത്താക്കണം എന്ന് പറഞ്ഞ് ഒത്തു വന്നിട്ടാണ് ഈ അപ്പനോടും അമ്മയോടും ചോദിക്കുന്നത്. അപ്പനെയും അമ്മയും പള്ളിയിൽ നിന്ന് പുറത്താക്കണം. സത്യം പറഞ്ഞാൽ അവരെക്കുറിച്ച് അവിടെ പറയുന്നത്, അവരത് ഭയന്നിട്ട് അവരതിന് മറുപടി പറഞ്ഞു, അവന് പ്രായമുണ്ടല്ലോ, അവനോട് തന്നെ ചോദിക്കുക. ഈ സമൂഹത്തിലെ ചില പ്രതിസന്ധികൾ എക്കാലവും മനുഷ്യൻ ഭയപ്പെടും. ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമോ എന്ന ഭയം, പ്രത്യേകിച്ച് അന്നത്തെ കാലത്ത്. സത്യം പറയുന്നവനെ എക്കാലവും പള്ളിഭ്രഷ്ടരാക്കും. സത്യം പറയുന്നവനെ എപ്പോഴും പുറത്താക്കുന്ന ഒരു പ്രവണത എവിടെയും കാണാം. സത്യം പറയുന്നവർക്ക് പലപ്പോഴും പല ഭീഷണികളും നേരിടേണ്ടി വന്നേക്കാം. എല്ലാ അസത്യത്തിൻ്റെയും കൂടെ നിന്നാൽ ഒരു പക്ഷേ നിലനിൽക്കാനായേക്കാം. എന്നാൽ ദൈവവചനം പഠിപ്പിക്കുന്നത് അതല്ല. സത്യം പറയുന്നവനെ പള്ളിഭ്രഷ്ടരാക്കുന്ന ഒരു സമൂഹം അന്നും ഇന്നും എന്നും ലോകത്തിലുണ്ട്. വീണ്ടും നിങ്ങൾ ശ്രദ്ധിച്ചോ? ഒടുവിൽ അവർ അവനെ തന്നെ വിളിച്ചു ചോദിച്ചു. യേശു അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ കുറേ ആർഗ്യുമെൻറ്റ്സ് അവനോട് ചോദിച്ചു. നിനക്ക് ആര് സൗഖ്യം തന്നു, എങ്ങനെ തന്നു എന്നൊക്കെ ചോദിച്ചു. അവൻ അവസാനം ഒടുക്കൽ ഒറ്റ വാക്ക് പറഞ്ഞു, എനിക്കിതൊന്നും അറിഞ്ഞുകൂടാ. നിങ്ങൾ പറയുന്ന യേശു കള്ളനാണോ കൊള്ളക്കാരനാണോ, അവൻ ദൈവത്തിൽ നിന്ന് വന്നോ വന്നില്ലയോ, ഇതൊന്നുമല്ല എൻ്റെ പ്രശ്നം. ഒന്ന് ഞാൻ അറിയുന്നു, മുമ്പേ ഞാൻ കുരുടനായിരുന്നു, ഇപ്പോൾ എനിക്ക് സൗഖ്യം കിട്ടി. അവൻ്റെ സാക്ഷ്യത്തിന് മുമ്പിൽ ആർക്കും ഒന്നും ചെയ്യാനായില്ല. അവൻ്റെ അനുഭവ സാക്ഷ്യം അതാണ്. യേശു ആർഗ്യുമെൻറ്റിനുള്ള വിഷയമല്ല. യേശു മറ്റുള്ളവർക്ക് വിമർശിക്കാനും അഭിപ്രായം പറയാനും ന്യായം പറയാനുള്ളതല്ല. കർത്താവ് എൻ്റെ അനുഭവമാണ്, ദൈവമാണ് എനിക്ക് സൗഖ്യം നൽകിയത്. സ്നേഹിതരെ, ആധ്യാത്മികത വെറും വാചകങ്ങളുടെ കൂമ്പാരമല്ല, അനുഭവങ്ങളുടെ സാക്ഷ്യമാണ്. അവൻ്റെ അനുഭവ സാക്ഷ്യത്തിന് മുമ്പിൽ പിന്നീട് ഒന്നും ചെയ്തില്ല. അവൻ യേശുവിൻ്റെ പിന്നാലെ പോയി. അവിടെ കൂടി നിന്നവർക്ക് പരിഭ്രമമായി. എക്കാലത്തും ദൈവം എനിക്ക് വലിയവനാണെന്ന് രുചിച്ചറിയുകയും അത് സാക്ഷ്യം പറയുകയും ചെയ്യാനുള്ള തൻ്റെ ഇടമാണ് ആധ്യാത്മിക ജീവിതം. ഈ കുരുടൻ്റെ സാക്ഷ്യം എക്കാലവും നിലനിൽക്കുന്നതാണ്. എന്നാൽ ഏതിനും ആർഗ്യൂ ചെയ്യുന്ന കുറേ ആളുകൾ എക്കാലവും ഉണ്ടാവും. അതല്ല ജീവിതം. ദൈവം എൻ്റെ അനുഭവമാണ് എന്ന് കുരുടനേറ്റ് പറഞ്ഞതാണ്. ഈ സഭാദിനമായിട്ട് ഈ ദിവസം കൊണ്ടാടുമ്പോഴും നമുക്ക് കാഴ്ചകളും കാഴ്ചപ്പാടുകളും ഉണ്ടാകാനാണ്, കണ്ണുകൾ തുറക്കാനാണ് ഈ ശുശ്രൂഷ. ദൈവം അതിന് നമ്മെ അനുഗ്രഹിക്കട്ടെ. കുരുടൻ്റെ കാഴ്ച കൊടുത്ത ഞായറാഴ്ച നമുക്ക് ആത്മീയ ഉൾക്കണ്ണുകൾ തുറക്കുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു.